ജനിച്ചു വീണയുടൻ കംസനാൽ വധിക്കപ്പെട്ട ശ്രീകൃഷ്ണൻ്റെയും ബലരാമൻ്റെയും 6 സഹോദരങ്ങൾക്ക് എന്തെങ്കിലും മുജ്ജന്മ കഥ പറയാനുണ്ടോ? ദേവി ഭാഗവതത്തിലെ 4-ാം സ്കന്ധത്തിൽ പറയുന്ന ആ കഥ പറയുകയാണ് അച്ഛൻ പറഞ്ഞ കഥകളുടെ 26-ാം ഭാഗം. ബ്രഹ്മാവിൻ്റെ മാനസപുത്രനാണ് മരീചി. മരീചിക്ക് ഊർണ എന്ന പത്നിയിൽ ജനിച്ച ശക്തിമാന്മാരായ 6 പുത്രന്മാരുണ്ടായിരുന്നു. അവർ ഒരിക്കൽ ബ്രഹ്മാവിനെ പരിഹസിക്കാനിടയായി. പൗത്രന്മാരുടെ പരിഹാസ വചനങ്ങൾ കേട്ട് കോപിഷ്ഠനായ ബ്രഹ്മാവ് മരീചിയുടെ 6 പുത്രന്മാരെയും ശപിച്ചു. അവർ അസുരന്മാരായി ഭൂമിയിൽ ജനിക്കാനിടവരട്ടെ എന്നായിരുന്നു ആ ശാപം. അങ്ങനെ ബ്രഹ്മശാപമേറ്റ് 6 പേരും ഹിരണ്യകശിപുവിൻ്റെ സഹോദരൻ ഹിരണ്യാക്ഷൻ്റെ മകനായ കാലനേമിയുടെ പുത്രന്മാരായി ജനിച്ചു. സ്വന്തം മകനായ പ്രഹ്ലാദൻ്റെ വിഷ്ണുഭക്തിയെ പരിഹസിച്ച ദുഷ്ടനും ക്രൂരനുമായ ഹിരണ്യകശിപുവിനെ മഹാവിഷ്ണു നരസിംഹാവതാരമെടുത്ത് വധിച്ച കഥ അറിയാമല്ലോ. വിഷ്ണുവിൻ്റെ നരസിംഹാവതാരത്തിന് മുന്നെയാണ് ഈ കഥ നടക്കുന്നത്. മറ്റൊന്നുകൂടി, പുരാണത്തിൽ കാലനേമി എന്ന പേരിൽ നിരവധി അസുരന്മാർ പല കാലഘട്ടങ്ങളിലായി ജന്മമെടുത്തിട്ടുണ്ട്. അവരൊക്കെ മഹാവിഷ്ണുവിൻ്റെ വിവിധ അവതാരങ്ങളാൽ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആശയക്കുഴപ്പം ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. തിരികെ കഥയിലേക്ക്. കാലനേമിയുടെ മക്കൾ 6 പേരും കടുത്ത ബ്രഹ്മാവിൻ്റെ ഭക്തരും തികഞ്ഞ ജ്ഞാനികളുമായിരുന്നു. ധർമ്മിഷ്ഠരും സദ്ഗുണസമ്പന്നരുമായ അവരുടെ സത്പ്രവൃത്തികളിൽ സംപ്രീതനായ ബ്രഹ്മാവ് ഇഷ്ടമുള്ള ഏത് വരവും ആവശ്യപ്പെട്ടുകൊള്ളൂ എന്ന് അനുഗ്രഹിക്കുകയും തങ്ങൾ ആരാലും വധിക്കപ്പെടരുത് എന്നൊരു വരം അവർ നേടുകയും ചെയ്തു. ഹിരണ്യാക്ഷൻ്റെ പൗത്രന്മാരുടെ ബ്രഹ്മഭക്തിയിൽ കുപിതനായ ഹിരണ്യകശിപു 6 പേരെയും ശപിച്ചു. നിങ്ങൾ 6 പേരും പാതാളത്തിൽ പോയി ഷഡർഫകർ എന്ന പേരിൽ നിദ്രയിൽ ആണ്ട് കിടക്കാൻ ഇടവരട്ടെ എന്നായിരുന്നു ആ ശാപം. ശാപമേറ്റ അവർ ഹിരണ്യകശിപുവിനോട് ശാപമോക്ഷത്തിന് അപേക്ഷിക്കുകയും അങ്ങനെ ദയ തോന്നിയ ഹിരണ്യകശിപു ശാപമോക്ഷത്തിനുള്ള മാർഗം ഉപദേശിക്കുകയും ചെയ്തു. നിങ്ങൾ 6 പേരും വർഷങ്ങൾ നീണ്ട ഗാഠനിദ്രയ്ക്ക് ശേഷം വസുദേവരുടെയും ദേവകിയുടെയും മക്കളായി ജനിക്കും. ജനിച്ചയുടനെ നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിലെ പിതാവായ കാലനേമിയുടെ പുനർജന്മമായ കംസൻ നിങ്ങളെ 6 പേരെയും നിലത്തടിച്ച് വധിക്കുമെന്നും അങ്ങനെ ശാപമോക്ഷം ലഭിക്കുമെന്നും അറിയിച്ചു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അവർ ദേവകിയുടെയും വസുദേവരുടെയും പുത്രന്മാരായി ജനിക്കുകയും കംസനാൽ വധിക്കപ്പെട്ട് ശാപമോക്ഷം നേടുകയും ചെയ്തു. ഇതാണ് ശ്രീകൃഷ്ണൻ്റെയും ബലരാമൻ്റെയും സഹോദരങ്ങളുടെ പൂർവ്വജന്മകഥ. ക്ഷമയോടെ കേട്ടിരുന്നതിന് നന്ദി. അച്ഛൻ പറഞ്ഞ കഥകളുടെ 27-ാം ഭാഗത്തിൽ കാണാം. താങ്ക് യു.